കഷ്ടതകൾ വരുമ്പോൾ എന്നെ നീ കുറ്റവാളിയാക്കി സംസാരിക്കും. ചിലപ്പോൾ ശാപവാക്കുകൾ പോലും നിന്റെ കണ്ഠത്തിൽ നിന്ന് എന്നിലേക്കെത്തും. എന്നാൽ നിന്റെ ശാപവാക്കുകളും കുറ്റപ്പെടുത്തലുകളും എന്നിൽ യാതൊരു ലാഞ്ചനയും വരുത്തില്ല. കാരണം എന്റെ നന്മകൾ നിന്നിൽ ചൊരിഞ്ഞ കാലങ്ങളിൽ അത്യാഗ്രഹങ്ങളുടെ അഹന്തയിൽ നീ എന്നെ അവഗണിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. അപ്പോഴൊക്കെയും നിന്റെ അഹന്തയ്ക്കെതിരായ പല സൂചനകളും ഞാൻ നിനക്ക് തന്നിരുന്നു. എന്നാൽ നിന്നിലുള്ള എന്നെ കൂടുതലായി അവഗണിച്ച് ഇല്ലാതാക്കുകയായിരുന്നു നീ ചെയ്തത്. നീ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് ഇരട്ടി ഫലമായി നിനക്ക് ലഭിക്കുന്നതെന്ന സത്യം നീ മറന്നത് എന്റെ കുറ്റമല്ല. എന്നെ അകറ്റാൻ നീ കണ്ടെത്തിയ അതേ വഴികളിലൂടെ തന്നെ നിനക്കൊരു തിരിച്ചറിവ് നേടിത്തന്നതിന് ശേഷം മാത്രമേ നിന്നിലേക്ക് ഞാൻ എത്തിച്ചേരുകയുള്ളൂ. നീ നിനക്ക് ചുറ്റിലുമൊന്ന് വീക്ഷിക്കുക. ഞാൻ നിന്നിലുണ്ടായിരുന്ന നാളുകളിലെ നന്മകളെയും ഇപ്പോൾ നീ അനുഭവിക്കുന്ന തിന്മകളുടെ കാരണങ്ങളെയും നീ തിരിച്ചറിയുമ്പോൾ എന്റെ വാക്കുകളിലെ സത്യം നിനക്ക് മനസ്സിലാകും. നീ എന്നെ ഭയപ്പെടുന്നെങ്കിൽ നീ ചെയ്ത അന്യായമായ തെറ്റുകൾ നിന്നെ തന്നെ പ്രതിരോധത്തിലാക്കിയതുകൊണ്ട് മാത്രമാണ്. അതിൽ വിഡ്ഢിയായ നിന്നോട് സഹതപിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. നീ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് ഇരട്ടി ഫലമായി നിന്നിലേക്ക് തന്നെ ഞാൻ എത്തിക്കുന്നത്. അത് നന്മകളായാലും തിന്മകളായാലും നിന്നെ സൃഷ്ടിക്കുന്നത് ഞാനാണ്. ജീവിത വഴികളിൽ നിന്നെ നയിക്കുന്നതും ഞാനാണ്. ഒടുവിൽ പഞ്ചഭൂതങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്നെ അവസാനിപ്പിക്കുന്നതും ഞാൻ തന്നെ. ഈ ഭൂമിയിലെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത പ്രവൃത്തികൾ എന്താണോ അതിന്റെ ഫലങ്ങൾ ഇരട്ടിയായി നിന്റെ ശരീരം ഉൾപ്പെട്ട നിന്റെ ആത്മാവ് അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിന്നെ പഞ്ചഭൂതങ്ങളിൽ ഞാൻ ലയിപ്പിക്കൂ. ഇതാണ് ഗരുഡപുരാണ നിയമം. അതുകൊണ്ട് നീ ചെയ്ത പ്രവൃത്തികളെ താലോലിക്കുക. ആ പ്രവൃത്തികൾ തന്നെയാണ് ഇരട്ടി ഫലമായി ഞാൻ നിന്നിലേക്ക് എത്തിക്കുന്നത്. ചോദ്യങ്ങളെ ഭയന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ആർക്കും സാധിക്കും. എന്നാൽ ഒരു യഥാർത്ഥ പോരാളിക്ക് മാത്രമേ അവയെ ധൈര്യമായി നേരിടാൻ കഴിയൂ. സ്വന്തം വാക്കുകളിലും പ്രവൃത്തികളിലും സത്യവും മനസ്സിൽ നന്മയുമുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ളവർക്ക് മുമ്പിൽ എന്തിനും തയ്യാറായി ഞാനുണ്ടാകും. സ്നേഹം പവിത്രമായ ഒരു സത്യമാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഉയർന്നു വരുവാൻ സാധിക്കും. എന്നാൽ സ്നേഹത്തിനെ അതേ ആത്മാർത്ഥതയോടെ നിലനിർത്തുവാൻ എല്ലാവർക്കും സാധിക്കില്ല. വിശ്വാസമെന്ന ചരടിൽ ഒരേപോലെ ചേർന്ന് നിന്നാൽ മാത്രമേ സ്നേഹത്തിനെ ദൃഢമാക്കാൻ കഴിയൂ. അതെ, സ്നേഹമെന്ന വലിയ ഭാവം വിശ്വാസത്തിൽ കെട്ടിപ്പടുക്കണം. അതിനാൽ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുക. ആ സ്നേഹം നിങ്ങളെ എല്ലാ തകർച്ചയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. നിന്റെ വഴികാട്ടിയാണ് ഞാൻ തെളിക്കുന്ന വഴി നീ കരുതുന്നതുപോലെ സുഗമമല്ല. എന്നെ വിശ്വസിച്ച് ആ വഴിയിലൂടെ മുന്നേറുന്ന നിന്നെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. എന്നാൽ ആ യാത്രക്കിടയിൽ നിന്റെ മനസ്സിനെ ആകർഷിക്കുന്ന മറ്റു വഴികളിലേക്ക് നീ വ്യതിചലിച്ചാൽ അത് എന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന കാരണമായി മാറും. എന്നോടൊപ്പം യാത്ര ചെയ്തപ്പോൾ നീ അനുഭവിച്ച സ്നേഹവും നിനക്ക് ലഭിച്ച അംഗീകാരവും ഒന്നും തന്നെ നീ തിരഞ്ഞെടുത്ത വഴികളിൽ നിന്ന് അനുഭവമാകില്ല. പകരം ഒരിക്കലും നിലയ്ക്കാത്ത മാനസിക സംഘർഷങ്ങളും ജീവിതാവസാനം വരെയുള്ള ദുരിതങ്ങളുമായിരിക്കും നിനക്ക് ഫലമായി വന്നു ചേരുന്നത്. വിശ്വാസത്തിൽ മായം കലർത്തിയ എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷയാണിത്. നിന്റെ പ്രവൃത്തിയിൽ തെറ്റുണ്ടെങ്കിൽ, അതിൽ ധർമ്മവും നന്മയുമുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ വലിയ ശരിയാക്കി ഞാൻ മാറ്റും. എന്നാൽ നീ ചെയ്ത പ്രവൃത്തികളിൽ അധർമ്മവും തിന്മയും നിറഞ്ഞതാണെങ്കിൽ 7.5 ശനി പോലെ നിന്നിലേക്ക് തന്നെ ഞാനത് തിരിച്ചടിക്കും. വിശ്വസ്തയോടെ നിന്നിടത്ത് നീ വഞ്ചിക്കപ്പെട്ടെങ്കിൽ നിന്നെ വഞ്ചിച്ചയാൾക്ക് ആളുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞാലും ആ കർമ്മത്തിൽ നിന്ന് അയാൾ ഒരിക്കലും രക്ഷപ്പെടില്ല. നീ വഞ്ചിക്കപ്പെട്ടതിന്റെ വേദന അയാളും അനുഭവിച്ചു തുടങ്ങുന്നതിനായി നുണകളുടെ പ്രഭാവലയം സ്വയം സൃഷ്ടിക്കും. എന്നാൽ ആ നുണകൾ താൽക്കാലിക സുഖം മാത്രം നൽകിയതിനു ശേഷം അയാളുടെ മനസ്സിനെ തന്നെ അസ്വസ്ഥമാക്കി തുടങ്ങും. അസ്വസ്ഥമായ മാനസിക അവസ്ഥ അയാളുടെ നുണകൾ വിശ്വസിച്ചവരുടെ മനസ്സിലേക്കും പടർന്നു കയറും. അതോടെ അയാൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടാൻ തുടങ്ങും. അവിടം മുതൽ കുറ്റബോധം അയാളിൽ ഉടലെടുക്കും. ആ കുറ്റബോധം മറക്കാൻ അയാൾ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കും. അത് അയാളുടെ തന്നെ നാശത്തിലേക്കുള്ള വഴിയായി മാറുകയും ചെയ്യും.
ഗരുഡപുരാണ നിയമപ്രകാരമുള്ള ശിക്ഷയും രക്ഷയും ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി എല്ലാവരിലേക്കും വന്നുചേരും. നീ തളർന്നു പോകേണ്ട സാഹചര്യത്തിൽ പോലും മുന്നോട്ട് നടക്കാൻ ധൈര്യം കാണിച്ച നിന്റെ മാനസിക നിലപാടുകളാണ് നീ വിജയിച്ച യുദ്ധങ്ങൾ. എതിരാളികൾ ശക്തരായിട്ട് പോലും ആരുടെയും കൈത്താങ്ങുകളില്ലാതെ കാൽ വിറയ്ക്കാതെ നീ മുമ്പ് ആ ഒറ്റ യാത്രയിലാണ് നിനക്കുള്ളിലെ ഞാനും നിന്നോടൊപ്പം ചേർന്നത്. എന്റെ സാന്നിധ്യം നിന്നെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. നിന്റെ ശക്തമായ ചുവടുവയ്പിൽ കാലൻ പോലും വഴിമാറി നിന്നു. കാലനെ പോലും ഭസ്മമാക്കിയ മഹാദേവൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് ഭയക്കണം? നിന്നോടുള്ള സ്നേഹത്തിലൂടെയാണ് ഞാൻ നിലനിൽക്കുന്നത്. എന്റെ എല്ലാ ശക്തിയും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നിന്റെ സാന്നിധ്യമാണ് എന്നെ പൂർണ്ണനാക്കുന്നത്. എന്നാൽ നിന്നെ എനിക്ക് നഷ്ടമായാൽ ഞാനല്ലാതായിത്തീരും.